നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ലീഡ്സിൽ ടീം ഇന്ത്യ പരാജയപ്പെട്ടല്ലോ. 5 വിക്കറ്റിൻ്റെ പരാജയമാണ് 5-ാം ദിവസം ടീം ഇന്ത്യക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും 5 സെഞ്ചുറികൾ ഇന്ത്യൻ ടീമിൽ 2 ഇന്നിങ്സുകളിലായിട്ട് പിറന്നിരുന്നു. എന്നിട്ടും വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിരാശയാണ്. ചരിത്രത്തിൽ അങ്ങനെ ഒരു ടീം തോൽക്കുന്നത് ആദ്യമായിട്ടുമാണ്. വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരും. എവിടെയാണ് ടീം ഇന്ത്യക്ക് പിഴച്ചത്? ആ കാര്യത്തിൽ ടീം ഇന്ത്യയുടെ നായകൻ ശുഭ്മൻ ഗിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഗ്രേറ്റ് ടെസ്റ്റ് മാച്ചായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡ്രോപ്പ് ക്യാച്ചുകൾ, ലോവർ ഓർഡർ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്നത്, അതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ടീമിൻ്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയുണ്ട് എല്ലാം. ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ക്യാച്ചുകൾ എടുക്കാതെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ക്യാച്ചസ് വിൻ ദി മാച്ചസ് എന്നാണല്ലോ. നിരവധി ഡ്രോപ്പ് ക്യാച്ചുകൾ വരുമ്പോൾ ആ ടീം പിന്നെ തോറ്റില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ലോവർ മിഡിൽ ഓർഡറിൽ വേണ്ട വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻ വന്നില്ല. ആദ്യ ഇന്നിങ്സിൽ നോക്കുക, അപ്പം പ്രധാന ബാറ്റർമാർ സായി സുദർശനും കരുണാകരും ഡെക്കായി. എന്നാൽ പോലും ഓൾറൗണ്ടേഴ്സ് എന്ന് പറഞ്ഞെടുക്കുന്നവർ അവരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ വേണം. ജഡേജ 11 റൺസ്, താക്കൂർ 1 റൺസ്. പിന്നെ ലോവർ ഓർഡറിൽ ബൂംറ ഡക്ക്, സിറാജ് 3, പ്രസിദ്ധ് കൃഷ്ണ 1. ഇതാണ് അവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്നത്. 2-ാം ഇന്നിങ്സിലും ഇത് തന്നെയാണ് അവസ്ഥ. 2-ാം ഇന്നിങ്സിൽ 2 സെഞ്ചുറികൾ പിറന്നു. നല്ല രൂപത്തിൽ പോയിരുന്ന ടീമാണ്. ഓൾറൗണ്ടർ ജഡേജ 25 നോട്ട് ഔട്ട്. ശരി, ശാർദുൽ താക്കൂറോ 4 റൺസ്. സിറാജ് ഡക്ക്, ബൂംറ ഡക്ക്, പ്രസിദ്ധ് കൃഷ്ണ ഡക്ക്. അപ്പോൾ ലോവർ ഓർഡറിൽ ഒരു കോൺട്രിബ്യൂഷനും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തോ ബ്രെഡൻ കാർസും ക്രിസ് വോക്സും ഒക്കെ കളിച്ച കളി നമ്മൾ കണ്ടില്ലേ. വോക്സ് 38 റൺസാണ് ആദ്യ ഇന്നിങ്സിൽ അടിച്ചത്. ബ്രെഡൻ കാർസ് 22 റൺസാണ് അടിച്ചത്. അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇന്ത്യൻ ടീമിലെ താരങ്ങൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തൊക്കെ അവർ വേണ്ട വിധത്തിൽ മുതലെടുക്കുകയും ചെയ്തു. ഇന്ത്യക്ക് ആദ്യ ദിവസം കഴിയുമ്പോൾ ഇന്ത്യക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ കണക്കുകൂട്ടലുകൾ അവിടെ തെറ്റിയിരുന്നു. ഈവൺ ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ വോൺ വരെ ടോസ് കിട്ടിയിട്ട് ബൗൾ ചെയ്യാനെടുത്ത തീരുമാനത്തിനെതിരെ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ആ ഒരു എഡ്ജ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയിടത്താണ് ഈ ഒരു പരാജയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ ചില എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ പോയതുകൊണ്ടാണ് അവരുടെ വിടവ് നികത്താനാവില്ല എന്നൊന്നും വിലയിരുത്തണ്ട. കാരണം അതിലർത്ഥമില്ല. കാരണം ഇന്ത്യ ഏറ്റവും ഒടുവിൽ കളിച്ച 9 ടെസ്റ്റുകൾ ഈ എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ വിരമിക്കുന്നതിന് മുമ്പുള്ള മത്സരങ്ങളാണല്ലോ. ആ മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 9 മത്സരങ്ങൾ ഇന്ത്യ കളിച്ചത്, ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചതിൽ വിജയിച്ചത് ഒരേ ഒരു കളിയാണ് എന്നത് നോക്കുക. കൃത്യമായിട്ടുള്ള കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിനു മുമ്പുള്ള മത്സരങ്ങളുടെ അവസ്ഥ: പരാജയം, 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 ഒരു കളി വിജയിച്ചു, പരാജയം, സമനില, പരാജയം, പരാജയം, പരാജയം. ഇതാണ് കഴിഞ്ഞ 9 ടെസ്റ്റ് മത്സരങ്ങളുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അവർ പോയതുകൊണ്ടാണ് കളി തോറ്റത് എന്നുള്ള വിലയിരുത്തലിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. കുറച്ചുകൂടി നമ്മുടെ മൊമെൻറ്റുകൾ നമ്മൾ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി നമുക്ക് അനുകൂലമാക്കിയ എഡ്ജ് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ ഒഴിവാവണം. അതുപോലെ ലോവർ മിഡിൽ ഓർഡറിൽ കോൺട്രിബ്യൂഷൻ വരണം. ഒരുപക്ഷെ ശാർദുൽ താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം നടത്തി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായാലും ഇത് ഒരു ഫൈറ്റ് തന്നെ ഇന്ത്യൻ ടീം കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഇതൊരു യങ് ഇന്ത്യൻ ടീമാണ്. അതുകൊണ്ട് ഇതൊരു ട്രാൻസിഷൻ ഫേസാണ്. സീനിയേഴ്സ് റിട്ടയർ ചെയ്ത അവസ്ഥയാണ്. ഓവർസീസിലാണ് കളിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തേക്ക് ഈ ടെസ്റ്റ് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അത് ഒരു ഗ്രേറ്റ് ഫ്യൂച്ചർ നമ്മുടെ മുന്നിലേക്ക് വരുത്തുന്നുണ്ട്. പിന്നെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും മുന്നോട്ട് പോകുന്നു എന്നുള്ള ചില സൂചനകൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒടുവിൽ ഈ ടീം വിജയിച്ചു വരും എന്ന് തന്നെ നമുക്ക് കരുതാം. പന്തിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. 2 ഇന്നിങ്സിലും അദ്ദേഹത്തിൻ്റെ വക കിടിലൻ സെഞ്ചുറികൾ ഉണ്ടായി. വൈസ് ക്യാപ്റ്റൻ്റെ റോൾ അദ്ദേഹം ആസ്വദിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. നായകൻ്റെ ഭാഗത്തുനിന്നും ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി ഉണ്ടായി. അപ്പോൾ കുറേ പോസിറ്റീവുകളുണ്ട്. നമ്മൾ ഈ നെഗറ്റീവുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അടുത്ത മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ടീം ഇന്ത്യക്ക് തിരികെ വരാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.